ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മുടെ ത്രഷോൾഡ് എല്ലാം കംപ്ലീറ്റ് ആയി, അതായത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ത്രഷോൾഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻ്റ് എല്ലാം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ എമൗണ്ട് യൂട്യൂബിൽ നിന്നും വിഡ്രോ ചെയ്യാൻ സാധിക്കാത്തത്? ഇതിനുള്ള കുറച്ച് റീസൺസ് എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ കൺട്രി ഇത് ടാക്സ് ഇൻഫർമേഷൻ എല്ലാം ഗൂഗിളിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായ ഒരു കൺട്രിയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ എല്ലാം ആഡ്സെൻസ് അക്കൗണ്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് എല്ലാം ഹോൾഡ് ആകാൻ കാരണമാകും. അടുത്തതായി നമ്മുടെ യൂട്യൂബ് പേയ്മെന്റ് ഒന്നും ഹോൾഡ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഐഡന്റിറ്റി ഇത് നമ്മൾ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഗൂഗിൾ നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാമാണ് നമ്മുടെ ID വേരിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ID എല്ലാം നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ID വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ് വേരിഫിക്കേഷൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ പേയ്മെന്റ് എല്ലാം ഹോൾഡ് ആകാം. അതിനാൽ തന്നെ അഡ്രസ് വേരിഫിക്കേഷൻ എന്നത് നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് $10 എല്ലാം തികയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഒരു പിൻ നമ്പർ എല്ലാം റിസീവ് ആകും. ഇത്തരത്തിൽ റിസീവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു പിൻ, ഇത് നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയതിന് ശേഷം ഈ പിൻ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അഡ്രസ് വേരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഇത് കറക്റ്റാണ് എന്ന് നമ്മൾ ആ പിൻ എൻ്റർ ചെയ്തതിന് ശേഷം വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇത്തരത്തിൽ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേയ്മെൻ്റ് എല്ലാം ഹോൾഡ് ആകാൻ ഇത് കാരണമാകും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ത്രഷോൾഡ് എല്ലാം കംപ്ലീറ്റ് ആയി, അതായത് $100 എല്ലാം കംപ്ലീറ്റ് ആയി, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻ്റ് ഒന്നും റിസീവ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ബാങ്ക് ഇൻഫർമേഷൻ എല്ലാം കൊടുത്താൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് വരുമാനമെല്ലാം നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു പേയ്മെന്റ് മെത്തേഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി പേയ്മെന്റ് ഒന്നും ലഭിക്കാതിരിക്കാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സെൽഫ് ഹോൾഡ് ആണ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പേയ്മെന്റ് ത്രഷോൾഡ് എന്ന് പറയുന്നത് $100 എല്ലാമാണ്. എന്നാൽ ഇത്തരത്തിൽ $100 അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് ത്രഷോൾഡായി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു ലാർജർ എമൗണ്ട് എല്ലാം ത്രഷോൾഡായി സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി നിങ്ങൾ ഒരു $300, $200 ഇപ്രകാരം എല്ലാമാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് $100 ആകുമ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് വരില്ല. നിങ്ങളുടെ ത്രഷോൾഡ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ത്രഷോൾഡ് എല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പേയ്മെന്റ് എല്ലാം ഹോൾഡ് ആകാൻ അല്ലെങ്കിൽ ലേറ്റ് ആകാനെല്ലാം കാരണമാകും. അപ്പോൾ എപ്രകാരമാണ് നമ്മുടെ ചാനലിൻ്റെ ടാക്സ് ഇൻഫർമേഷൻ ഫിൽ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ID വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുപോലെ പിൻ വേരിഫിക്കേഷൻ എല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതുപോലെ പേയ്മെന്റ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ഈ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്